പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഹോട്ടലുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാക്കനിയാവുന്നുണ്ടല്ലോ. പാചകവാതകം തീർന്നതോടെ കൊച്ചിയിലെ പല പ്രമുഖ ഹോട്ടലുകളും ഷട്ടറിട്ടു. ബാക്കിയുള്ളവരാകട്ടെ ആധുനിക അടുക്കളകൾ ഉപേക്ഷിച്ച് വിറകടുപ്പിലേക്ക് മടങ്ങി. പുകയും കണ്ണീരും സഹിച്ചാണെങ്കിലും ബിരിയാണി ചെമ്പ് തിളപ്പിക്കാതെ മറ്റു മാർഗമില്ല ഹോട്ടൽ ഉടമകൾക്ക്. കല്യാണ സീസൺ പടിവാതിൽക്കൽ എത്തി നിൽക്കെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കാറ്ററിംഗ് സർവീസുകാർ. ഹോട്ടൽ മേഖലയിലുള്ളവരും അത്തരത്തിൽ തന്നെ ബുദ്ധിമുട്ടുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം കത്തുമ്പോൾ കൊച്ചിയിലെ അടുക്കളകളിൽ ഗ്യാസ് തീർന്ന് പുകയുകയാണ്. പാചകവാതകം കിട്ടാനില്ലാത്തതോടെ മെനുവിലല്ല, കൊച്ചിയിലെ ഹോട്ടൽ അടുക്കളകളിലാണ് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കലൂരിലെ ബിരിയാണി സ്റ്റോറിലെ കാഴ്ചയാണിത്. ഗ്യാസ് സിലിണ്ടറുകൾ പണിമുടക്കിയതോടെ കട ഒന്നാകെ വിറകടുപ്പിലേക്ക് മാറി. ആധുനിക അടുക്കളകളിൽ നിന്ന് പുകയും തീയും കണ്ണീരും കുടിച്ചുള്ള പഴയകാല പാചകത്തിലേക്ക് അതാ തിരിച്ചുപോയിരിക്കുന്നു. കണ്ണിന് എരിച്ചിലാണെങ്കിലും വയറ് പിഴക്കാൻ പുകയൂതിയേ പറ്റൂ എന്നതാണ് അവസ്ഥ. നല്ല പുക, കണ്ണൊക്കെ ബൾബായിട്ടുണ്ട്. എല്ലാവരുടെയും മസിൽ മെമ്മറിയും കൈയൊക്കെ വഴങ്ങിയേക്കണൊക്കെ ഗ്യാസുമായിട്ടാണ്. അതിൻ്റെ സ്പീഡ് വിറകി കിട്ടാൻ പാടാണ്. ഇന്നത്തേക്ക് ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഒക്കെ നേരെ പകുതിയാക്കി. മെനുവിലെ ഐറ്റംസ് കുറച്ച് ബീഫ് മട്ടണൊക്കെ മാറ്റി ചിക്കൻ മാത്രമാണ് ഇന്ന് കുക്ക് ചെയ്യണത്. എന്നാൽ എല്ലാവരും ഇത്ര പവർഫുള്ളല്ല. നഗരത്തിലെ പല ഹോട്ടലുകളും പൂട്ടിക്കഴിഞ്ഞു. ഉച്ചഭക്ഷണം ഒഴിവാക്കി ലിമിറ്റഡ് എഡിഷൻ പലഹാരങ്ങൾ മാത്രം വിളമ്പുകയാണ് പലരും. ബാക്കിയുള്ള സിലിണ്ടറുകൾ തീർന്നാൽ ഷട്ടർ ഇടുകയല്ലാതെ വേറെ വഴിയില്ല. യഥാർത്ഥ പണി വരുന്നത് വരാനിരിക്കുന്ന കല്യാണ സീസണിലാണ്. കൊച്ചി കടവന്ത്രയിലെ വിനായക കാറ്ററിംഗിലേക്ക് നമുക്കൊന്ന് പോകാം. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പാചകവാതക പ്രതിസന്ധി കാറ്ററിംഗ് മേഖലയും കാര്യമായി തന്നെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിലെ വിനായക കാറ്ററിംഗിൽ മുന്നിലുള്ളത് കല്യാണ സീസണാണ്. നിരവധി കല്യാണങ്ങളാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അവർക്ക് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ ഉടമ. 5 സിലിണ്ടർ കത്തയിലിടത്ത് വെറും 3 എണ്ണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇവർ. 5 സിലിണ്ടർ തന്നെ വേണമെന്ന് പറഞ്ഞാൽ 1 or 2 സിലിണ്ടറാണ് നമുക്ക് സപ്ലൈ കിട്ടുന്നത്. അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓർഡറുകൾ വെട്ടിക്കുറക്കുകയല്ലാതെ മറ്റ് പോംവഴിയില്ല. കല്യാണക്കാരോട് എന്ത് പറയുമെന്നും അറിയില്ല. മുഹൂർത്തങ്ങളും കല്യാണങ്ങളും ഏറ്റുവെച്ചിരിക്കുന്ന പ്രീ ബുക്കിംഗ് ഓർഡേഴ്സിനോടും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിൽക്കുകയാണ്. ഇപ്പം ഇന്നലെ തൊട്ട് അവരായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, നമുക്കിത് അഷ്വർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗ്യാസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പശ്ചിമേഷ്യയിൽ ശാന്തി വന്നാലേ കൊച്ചിയിൽ സമാധാനമായി ബിരിയാണി വേവൂ എന്ന അവസ്ഥയാണ്. അതുവരെ ഊതി കത്തിച്ചും കണ്ണീരൊപ്പിയും നമുക്ക് മുന്നോട്ട് പോകും. യുദ്ധം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് അനുനിമിഷം ഒരു സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് പാചകവാതകത്തിന് വേണ്ടി നമ്മുടെ നാട്. അങ്ങനെ തന്നെയല്ലേ? ഒരു സംശയമില്ല. എത്രയും പെട്ടെന്ന് പരിപാടി സ്റ്റോപ്പ് ചെയ്യുക, ബാക്ക് ടു നോർമൽ ലൈഫ്. അല്ലാതുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെല്ലാവരും ബാധിക്കാൻ തുടങ്ങും അധികം വൈകാതെ തന്നെ. ബിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.